ഹലോ, ഇതൊരു സായിബാബ ടെമ്പിളാണ് കേട്ടോ. ഒരു ദിവസം നമ്മൾ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് മാളുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കന്യാകുമാരിക്ക് പോയി. മാളു പഠിച്ചത് മാർത്താണ്ഡത്ത് SRKMസിലാണ് കേട്ടോ, പ്രകൃതി ചികിത്സയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. എല്ലാം വീട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, മനുവേട്ടൻ, അച്ഛൻ, മാളൂസ്, പൊഞ്ചി ഇത്രയും പേരാണ് പോയത്. വണ്ടിക്കാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ മാളുവിനെ കൊണ്ട് വിട്ടു. അതുകൊണ്ടാണ് മാളുവിൻ്റെ ഫോട്ടോസൊന്നും ഇല്ലാത്തത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, മാർത്താണ്ഡം വരെയൊക്കെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് കന്യാകുമാരിയും കൂടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കന്യാകുമാരിയിൽ പോയി. അപ്പോൾ വഴിയിൽ താമരൈക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ ഈ സായിബാബ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ പുഞ്ചി ആദ്യമായിട്ട് സായിബാബനെ, നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു വിഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ വിഗ്രഹമൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുള്ളൊരു വിഗ്രഹമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ടച്ച് ചെയ്യുകയും കാലിൽ തൊടുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അകത്ത് ഞാൻ ആദ്യം കാണിച്ച വിഗ്രഹത്തിൽ നമുക്ക് അങ്ങനെ കാലിലൊന്നും തൊടാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു പാദങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൽ തൊട്ട് തൊഴുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുഞ്ചി ഭയങ്കര എക്സൈറ്റഡ് ആയി. പുഞ്ചി ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, തൊട്ട് തൊഴുന്നു, ഉമ്മ കൊടുക്കുന്നു, കുറേ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത്. പിന്നെ അച്ഛനും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു സായിബാബ ടെമ്പിളിൽ പോകുന്നത്. മനുവേട്ടന് ആദ്യമായിട്ടല്ല കേട്ടോ, നമ്മൾ നൈറോബിയിൽ പോകാറുണ്ട് സായിബാബ ടെമ്പിളിൽ. പിന്നെ എനിക്ക് സായിബാബനെ ഇഷ്ടമാണ്. അപ്പം മനുവേട്ടനും കൂടെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ നമ്മുടെ ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ അവിടെ ഒന്ന് കൊണ്ടുപോകാനൊന്നും റെഡി ആവില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കടയുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ആ കടയിൽ നിന്ന് കുറേ സായിബാബയുടെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. എനിക്ക് ആ കട ഫുള്ള് മേടിക്കാൻ തോന്നി, കാരണം എനിക്ക് സായിബാബയുടെ എന്ത് കിട്ടിയാലും ഞാനത് ഉപയോഗിക്കും. അപ്പോൾ മാളൂനും ഞാൻ കയ്യിലിടാനൊരു ഇത് മേടിച്ചു, എനിക്കും കയ്യിലിടാൻ വേണ്ടി മേടിച്ചു. പിന്നെ ഒരു അമ്മയ്ക്കൊരു കുഞ്ഞി കാൽപാദം മേടിച്ചു, മോതിരങ്ങൾ മേടിച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഇത് ഗ്യാലറി കിടന്നതാണ്. ആ യാത്ര നല്ല അടിപൊളി യാത്രയായിരുന്നു. കാരണം കുറേ നാളായിട്ട് കൊറോണ കാലം ആയതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ എൻ്റെ ഗ്യാലറി കിടന്നപ്പോഴത്തേക്ക് എനിക്കത് കളയാൻ വേണ്ടി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഇതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും കന്യാകുമാരിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഷിർദി സായിബാബയുടെ വിശ്വാസികളാണെങ്കിൽ ആ കന്യാകുമാരിക്ക് പോകുന്ന മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം ഉള്ളത്. നല്ല ഭംഗിയുള്ള വലിയൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സായിബാബ കൈകളൊക്കെ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഉതിയൊക്കെ ഉണ്ട്, നമുക്ക് ഉതിയിലിങ്ങനെ വിറകൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യാം. 100 രൂപ എന്തോ ആണ് കേട്ടോ ഒരു കെട്ട് വിറകിന്. അപ്പോൾ നമുക്കത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉതിയായിട്ട് ഇങ്ങനെ കത്തും. ആ ഉതിയുടെ അടുത്ത് നമ്മുടെ ഒരു സായിബാബ അതിങ്ങനെ കാലൊക്കെ മുട്ടൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ നമ്മുടെ ദ്വാരകാമയിൽ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.